ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 4 തരത്തിലുള്ള ചെമ്മീൻ ഫ്രൈ ആണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈകളാണ്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈകളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതപ്പോൾ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് വാലോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി. ഇപ്പോൾ 300 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലത് 1 ടീസ്പൂൺ കടലപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ. ഇവയെല്ലാം ഇതിലേക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ ഒരു ഹാഫ് ലെമൺ ഒഴിക്കുക. പിന്നെ ഒരു മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ, ഒരു 300 ഗ്രാം ചെമ്മീനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകുതി മുട്ട ഞാൻ ചേർക്കുന്നുള്ളൂ. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിത് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുന്നത്, ഈ കോട്ടിങ്ങോടുകൂടി തന്നെ ഫ്രൈ ചെയ്യുന്നത്. പകുതി ഞാൻ ഈ വേപ്പില, ഒരു പിടി വേപ്പില ഞാനൊരു പാനിലിട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രിസ്പാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇതൊന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി, നല്ല ചൂടാക്കി വരുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ക്രിസ്പായി വരും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്രിസ്പായി വരും. അപ്പോൾ നമ്മളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നോക്കി നോക്കുക, കൈകൊണ്ടൊന്ന് പതുക്കെ തിരുമ്മി നോക്കുക, പൊടിയുണ്ടോ എന്ന് നോക്കി നോക്കുക. അപ്പോൾ പൊടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കൈ വെച്ചിങ്ങനെ നന്നായി ഒന്ന് ഞെരടി പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിക്കേണ്ടൊന്നും ആവശ്യമില്ല, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പകുതി ഈ വേപ്പില കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മസാല തേച്ച് വെച്ച ചെമ്മീനും ഓരോന്നായിട്ട് ഈ വേപ്പിലയുടെ മിക്സിയിൽ മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ വേപ്പില ക്രിസ്പായിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേപ്പിലയുടെ ടേസ്റ്റ് ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ബാക്കി പകുതി ഞാൻ സാധാ കോട്ടിങ് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് തന്നെ ഒരു മസാലയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന്, അപ്പോൾ ഞാൻ വാല് വെച്ചിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് ചുരുണ്ട് പോകും. അപ്പോൾ അത് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാലോടുകൂടി തന്നെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ട് 2 ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചെയ്യുന്നത് 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ എരിവ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ നമുക്കിതൊന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നല്ലൊരു ടേസ്റ്റുമാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമായിരിക്കും ചെമ്മീൻ. അപ്പോൾ ചെമ്മീനൊക്കെ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഒരു ഫ്രൈ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 1/2 കിലോ ചെമ്മീൻ തന്നെയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ വേണ്ട മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അധികം നേരം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയാൽ നമുക്ക് സാൻഡ്വിച്ചിനൊക്കെ വെച്ച് കൊടുത്തയക്കാൻ നല്ലതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ പെപ്പർ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഈ ചെമ്മീനിൽ നിന്ന് കോട്ട് ചെയ്യാനുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സമൂസേൻ്റെ ലീഫ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ ചെറിയതായിട്ട് സമൂസ ലീഫ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ, അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ വാല് കളഞ്ഞിട്ടുള്ള ചെമ്മീനാണത് നന്നാക്കിയപ്പോൾ കിട്ടിയപ്പോൾ വാല് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിവർന്നിരിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് മുക്കിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അത് മസാല തേച്ച് ചെമ്മീൻ പാലിൽ മുക്കുക. അതിന് ശേഷം ഈ ഫ്ലോറിലൊക്കെ മുക്കിയിട്ട് എല്ലാം അതുപോലെ മുക്കിയെടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഒന്നുകൂടിയും പാലിൽ മുക്കുക. അതിന് ശേഷം ഈ സമൂസൻ്റെ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ ഈ മുക്കി വെച്ചിട്ടുള്ള പൗഡർ മുക്കി വെച്ചിട്ടുള്ളത് പാലിൽ മുക്കുക. പിന്നെ സമൂസ ലീഫിൻ്റെ ഇതിൽ മുക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ച് കുട്ടികൾക്ക് ബണ്ണിൻ്റെ ഉള്ളിലായാലും ചപ്പാത്തിൻ്റെ ഉള്ളിലും സമൂസൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സാലഡൊക്കെ കൂടി വെച്ചിട്ട് തക്കാളി കുക്കുംബർ ലെറ്റൂസൊക്കെ വെച്ച് ഇതും കൂടി വെച്ചിട്ടൊക്കെ നമുക്ക് നല്ലൊരു സാൻഡ്വിച്ചാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ആക്കി കൊടുത്തയക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ കുട്ടികൾക്ക് സാൻഡ്വിച്ചാക്കി കൊടുക്കാനും ഒരു ഈവനിങ് സ്നാക്കാക്കി കൊടുക്കാനൊക്കെ വളരെ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.